കൊല്ലം ചെമ്മാമുക്കിൽ യുവതിയെ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ പ്രതി പത്മരാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിലയും പത്മരാജനും തമ്മിൽ നിലനിന്നിരുന്ന കുടുംബ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. MG പ്രതീഷാണ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, അപ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം? ഈ കൊലപാതകത്തിന്റെ പ്രകോപനം, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലടുത്ത നടപടികൾ എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും? പ്രജിൻ, ക്രിസ്റ്റീന, കൊല്ലം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത്. അതും കാറിൽ പിന്തുടർന്ന് വന്ന തീ കൊളുത്തി കൊല്ലുക എന്നുള്ള അത്രത്തോളം ക്രൂരമായ ഒരു കൃത്യമാണ് ഇന്നലെ കൊല്ലം നഗരത്തോട് ചേർന്നുള്ള ചെമ്മാമുക്കിൽ നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അപകടം നടന്ന ആ സ്പോട്ടിലാണ്. 2 വാഹനങ്ങളും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഓൾട്ടോ കാറിൽ സഞ്ചരിക്കവെയാണ് ഈ കൊല്ലം തഴുത്തല സ്വദേശിയ അനിലയെ ഭർത്താവ് പത്മരാജൻ ഈ വണ്ടി കൊണ്ട് തടഞ്ഞു നിർത്തുകയും ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തത്. ഈ അനിലയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ അനില മരണപ്പെട്ടു എന്നതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. ഈ ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യത്തിലേക്ക് നയിച്ചതിന്റെ കാരണം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി കണ്ടെത്തിയത് ഈ അനിലയും ഭർത്താവ് പത്മരാജനും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ ഈ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് നിലവിൽ പോലീസിനുള്ളത്. ഈ കൃത്യം നടത്തിയ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനായി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇത്തരത്തിലൊരു ക്രൈം നടന്നിട്ടുള്ളത്. ഈ പ്രതിയെ ഇന്നലെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിലും കുടുംബ പ്രശ്നമാണ് പ്രധാനമായും പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ഈ വാഹനത്തിൽ ഓൾട്ടോ കാറിൽ ഈ മരിച്ച അനിലയ്ക്കൊപ്പം അനില ജോലി ചെയ്തിരുന്ന ബേക്കറിയിലെ ഒരു ജീവനക്കാരനും ഉണ്ടായിരുന്നു. ഈ അനിലയെയും അനിലയുടെ സുഹൃത്തിനെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം പ്രതി ആസൂത്രണം ചെയ്തത് എന്നതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അതിനുള്ള കൃത്യമായൊരു കാരണമാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായി ഈ പ്രതി ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ മരിച്ച അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഈ ബേക്കറിയിലെ ജീവനക്കാരൻ കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ കൈക്കും ഈ കാലിനും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ മറ്റ് അപകട സാഹചര്യം നിലവിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കൊല്ലം കടപ്പാക്കട ഭാഗത്ത് നിന്ന് ഈ SN കോളേജ് ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കാരണം എനിക്ക് പുറകിൽ കാണുന്ന ഈ ഭാഗത്ത് വെച്ച് ഈ ഓൾട്ടോ കാർ മുന്നിലൂടെ പോവുകയും പിന്നീട് ഇതിനെ പിന്തുടർന്ന് എത്തിയ ഈ ഒമിനി വാൻ തടഞ്ഞു നിർത്തിയാണ് ഈ പ്രതി പുറത്തിറങ്ങുകയും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ റോഡിൽ വെച്ച് ഉണ്ടാവുന്നത്. തുടർന്ന് ഈ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഈ പെട്രോൾ തന്നെയാണോ ഈ പ്രതി ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചത് എന്നതിൽ കൂടുതൽ സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും ഈ 2 കാറുകളും ഈ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ നിലവിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഈ കുറ്റം പ്രതി സമ്മതിക്കുകയും അതിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ ഈ മൊഴിയെടുക്കലിലേക്കായിരിക്കും പോലീസ് പ്രധാനമായും കടക്കുന്നത്. ഈ മരിച്ച അനിലയുടെ ബന്ധുക്കളിൽ നിന്ന്, ഒപ്പം പ്രതി പത്മരാജന്റെ ബന്ധുക്കളിൽ നിന്നടക്കം പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക്, ഫൈൻഡിങ്ങിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും വളരെ ക്രൂരമായൊരു കൊലപാതകം കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടി ഇന്നലെ കൊല്ലം നഗരമധ്യത്തിൽ നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, ക്രിസ്റ്റീന.